Hey guys, this is your editor Varsha. Actually, I was editing a vlog and I just realized that there was no intro for the vlog. So actually, I decided to create one. This is a vlog about my friend Hamia. She and I studied in the same school from 7th standard, but I think we got close at 8th standard, I guess. Yeah, at 8th standard. In my eyes, she was always kind of quiet, like quiet, shy girl. So how we bonded was through Hindi serials. She used to love watching Hindi serials, and me too. I was a great fan of Hindi series like Ishqbaaz, Ehemabate, Namkaran, Advaltella. So we bonded over Hindi serials, and we were in the same class in 9th too for Hindi. She was in the science batch and I was in the commerce batch. So that's how we bonded. And after school we never met. Actually, she also lives nearby, but she went to Kozhikode for law, and I was stuck here. So we never really met, but we chatted through Instagram and WhatsApp. Finally, after 2 years, we had a chance to meet up. So this is a vlog about that. We met somewhere around December, yeah. But I never had the chance to, I never had the time to edit the video. So here today I got some time, so I was editing the video and I just realized that I didn't have an intro for that video, so I created one. Yeah, that's it. Enjoy the vlog. Bye. Welcome to Varsha's vlog. And today I have Hamia with me. ഞങ്ങൾ എത്ര സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കണ്ടുപിടി ഞങ്ങൾ എപ്പോ കണ്ടാലിരുന്നു, എപ്പോ റീൽസ് അയക്കുമ്പോഴും കാണണം, മീറ്റണം ലെറ്റ്സ് പ്ലാൻ മീറ്റം. അത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അറ്റ് ലാസ്റ്റ് ഞങ്ങള് കണ്ടുപിട്ടിരിക്കുവാണ്. അപ്പൊ ഇപ്പൊ നമ്മളെവിടെയാണ്? നമ്മളിപ്പോ ഫ്രഞ്ച് ടോസിന്റെ ഫ്രണ്ടിലാണ്, പക്ഷെ അവിടെ ഫുൾ തിരക്കാണ്. അപ്പൊ നമ്മള് പോകാൻ പോകുന്നത് ഏതൊരു കടയിലാണ്? ഞങ്ങള് നന്ദന പറഞ്ഞ ഏതോ ഒരു ഫ്രഞ്ച് ടോസിൽ പോയിട്ട് പണി വാളുന്നു മനസ്സിലായപ്പോ ഞങ്ങൾ നൈസായി സ്കൂട്ടായി. സോ ഇപ്പൊ ഞങ്ങള് വെറുതെ നടക്കുവാണ്, കാഫേസ് ഒക്കെ തപ്പി വെറുതെ നടക്കുകയാണ്. സോ എന്റെ കൂടെ ഹാമിക്ക് എന്താണ് പറയാനുള്ള ഫ്രഞ്ച് ടോസിനെ പറ്റി? ഫ്രഞ്ച് ടോസ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല ഫ്രഞ്ച് വൈബ് ഉണ്ട്. ഒരു വൈബും ഉണ്ടായില്ല, ഫ്രഞ്ച് വൈബൊന്നും ഉണ്ടായില്ല കേട്ടോ. അതുപോലെ തന്നെ സ്കൂട്ടാവും നല്ല എളുപ്പമാണ്. ആ ചേച്ചി നമ്മളെ കണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇത് അല്ല, ഞങ്ങളാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറിയപ്പോ തന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ സ്കൂട്ടാവണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും കിട്ടേണ്ട ആവശ്യമില്ല, അപ്പൊ തന്നെ സ്കൂട്ടാവാറ്. പക്ഷെ ഞങ്ങളെന്തോ ഒന്ന് മെനു ഒക്കെ നോക്കി ഒരു 150യുടെ സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഞങ്ങള് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ പൈസ ലാഭിക്കാന്ന് വിചാരിച്ചു. ഇതിനെക്കാട്ടും നല്ല സ്ഥലത്ത് പോയിട്ട്, നല്ല സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. അഫോർഡബിൾ ഒക്കെ ആയിട്ടോ. അപ്പോ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ചോപ്സ്റ്റിക് എന്ന് പറഞ്ഞ കട കണ്ടു. പക്ഷെ അത് കണ്ടിട്ട് തന്നെ ഒരു വൈബ് കിട്ടുന്നില്ല. എന്തോ ഒരു പ്രേതാലയം മാതിരി, എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്ന മാതിരി ഉണ്ട്. ആൻഡ് വി ആർ ജസ്റ്റ് 2 ബ്യൂട്ടിഫുൾ ഗേൾസ്. ഞങ്ങളെ കിഡ്നാപ്പർ പോയി എന്ത് ചെയ്യും? ആർക്കും കിട്ടൂല. അപ്പൊ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇതുണ്ട് ഫ്ലോറിസ്റ്റ് ബൊക്കെ, അല്ല ബുട്ടീക്ക്, ബൊക്കേന്നൊക്കെ. ബുട്ടീക്ക് എന്ന് പറയുന്നുണ്ടോ? ബക്കറ്റില് കുറെ ഫ്ലവറൊക്കെ. അത് ബൊക്കയല്ലേ? ബുട്ടീക്ക് എന്ന് കല്യാണത്തിനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാ ആണെന്ന് തോന്നുന്നു. ശരി, ഇങ്ങോട്ട് പോണത് എനിക്കറിയില്ല. ഇങ്ങനെ നടക്കുകയാണ്. എനിക്കിനി ലൊക്കേഷൻ ഒന്ന് നോക്കണം. സോ എന്റെ ഫോണിന്റെ ആവശ്യമുണ്ട്. ശരി എന്നാ, ബൈ ബൈ. ഹായ്
ഗൈസ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കഫേ. ഈസ്റ്റ് ഇന്ത്യ കഫേ. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കഫേയിൽ നമ്മൾ ബ്ലാക്ക് ടീ തന്നെ നോക്കി. അപ്പോൾ ബ്ലാക്ക് ടീക്ക് തന്നെ 100 രൂപയാണ്. ഭയങ്കര ചീപ്പാണ്. ചീപ്പെന്ന് വെച്ചാൽ നമുക്കൊന്നും പറ്റില്ല. അതെ അതെ, നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ റിച്ച് ആണല്ലോ, നമ്മൾ റിച്ച് കാരണം എടുത്തില്ല. 1000 രൂപയ്ക്ക് നമുക്ക് പറ്റും. അതെ അതെ. അപ്പം ഇതൊന്നും നമുക്ക് പറ്റൂല. അപ്പം നമ്മൾ ഏറ്റവും പൈസ കുറഞ്ഞ അത്യാവശ്യം പൈസ കുറഞ്ഞതാണ് എടുത്തേക്കുന്നത്. പൊട്ടറ്റോ ചീസ് ബോൾസ് 250 ഉള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ച് പാവങ്ങളല്ലേ എനിക്ക് വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ചട്ടിക്കൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഞാൻ അവളുടെ വീഡിയോ എടുത്തുകൊണ്ട് ഹാമി എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനൊന്നും അറിയില്ല. എനിവേസ് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ബ്രേസ്ലെറ്റ് കണ്ടു ഗൈസ്. ഇത് ബ്രേസ്ലെറ്റ് ഒന്നുമില്ല, കഴുത്തിൽ. ഞാനിപ്പോൾ കയ്യിലിങ്ങനെ ഇട്ടേക്കാണ്. സംഭവം സിമ്പിൾ. ഞാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല, കഴുത്തിടുമൊന്നും ചേരാറില്ല. അപ്പം ഞാൻ എല്ലാം കയ്യിലിടുന്നു. സോ അതാണ് ദർശയുടെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ. യെസ് ഞാനും അവളുടെ കോളേജ് ലൈഫിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവായതുകൊണ്ട് സമാധാനമുണ്ട് ജീവിതത്തിൽ. എക്സാമൊക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ എത്ര വർഷം? അല്ല, ഇപ്പോൾ തേർഡ് ഇയർ. തേർഡ് ഇയർ ഞങ്ങളുടെ പോലെ. ലാസ്റ്റ് ഇയർ ആണ് ഗൈസ്. ഇനി ഒരു മാർച്ച് വരെയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവേറ്റ്. ഗ്രാജുവേഷന് വിളിക്കുന്നുണ്ടോ? ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞൊരു സാധനമൊന്നും ഞങ്ങളുടെ കോളേജിൽ ഉണ്ടാവില്ല. തൊപ്പിയൊന്നുമില്ല. ഐ തിങ്ക് അങ്ങനെ ഒരു ഫെയർവെൽ ഉണ്ടാവും. കഷ്ടം. എനിക്കും തൊപ്പി എറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ കൊച്ചിലെ എനിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. ഗ്രാജുവേഷൻ ഇങ്ങനെയൊക്കെ അത് നല്ല രസമായിരുന്നു. പക്ഷെ തൊപ്പിയൊന്നും എറിഞ്ഞില്ല കേട്ടോ. തൊപ്പിയൊന്നും എറിയാൻ സമ്മതിച്ചില്ല. ഫോട്ടോ എടുക്കും. അത് ശരിയായില്ല. ആ കൊച്ചു കുട്ടികളെ കൊണ്ട് ആ തൊപ്പിയൊക്കെ എറിഞ്ഞാണെങ്കിൽ എന്ത് പാഷനായിട്ട് എറിഞ്ഞാൽ അവരെ. ഓക്കെ ഗൈസ്, നിനക്കുണ്ടാവോ തൊപ്പി എറിയലൊക്കെ? തൊപ്പി അറിയില്ല, നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം. തൊപ്പിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ നടക്കൂ. ഇപ്പൊ പുറത്തൊക്കെ ബാച്ചിന് കുറച്ച് സ്പോൺസേഴ്സ് ചെയ്യുകയായിരിക്കും. അതൊന്നും നടക്കില്ലായിരിക്കും. ഞാൻ ഇവിടെ കാഫെ വന്നിട്ട് തന്നെ എൻ്റെ ഓക്കെ ഗൈസ്, ബൈ ബൈ. എല്ലാത്തിനും ബൈ എന്നല്ല നമ്മൾ പറയുന്നത്. ശരി എന്നാ. സോ ഗൈസ്, നമ്മളിപ്പോൾ പറഞ്ഞത് തന്തൂരി. ഓക്കെ, നമ്മളിപ്പോൾ സബ്വേയിൽ നോക്കിയാണ് തന്തൂരി ബർഗറാണ് ഇപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഫ്രീ കുക്കി കിട്ടി. ഇത് ആദ്യമായിട്ട് വെബ്സൈറ്റ് അല്ലാതെ ഒരു സ്ഥലത്ത് നമ്മൾ ഫ്രീ കുക്കി. അതെ അതെ, പ്രത്യേകിച്ച് പറയാനില്ല. വർഷം ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണത്. ഞാൻ ലുലുന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനെയിപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ കുക്കി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഞങ്ങളുടെ കുക്കി. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇല്ല, കുഴപ്പമില്ല. വർഷം ആദ്യം ട്രൈ ചെയ്ത് കാണിക്കൂ. നല്ല മണമുണ്ട്. സ്മെൽസ് അമേസിങ്. നോക്കി അല്ല, ബ്രെഡിൻ്റെ ഒരു മണം ഭയങ്കര സോഫ്റ്റ്. അതാണ്.
chocolate chip order ചെയ്ത, but we didn't get that. We got something else. പക്ഷെ ഇത് നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഞങ്ങൾ വിട്ടേക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയേനെ. ഓക്കെ ഗായ്സ്, അത്രേ ഉള്ളൂ പറയാൻ. ഞാൻ കഴിക്കുന്ന ആണൻ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നത്. അപ്പോ മെട്രോ സ്റ്റേഷനിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ഔട്ടിങ്? സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ടിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇങ്ങനത്തെ ഔട്ടിംഗ് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വ്ലോഗ് ഇട്ടിരിക്കുന്നു. അതെ, ഫോർമൽ ലൈഫ്.